മേരി മാഡം, LDF സർക്കാരിന്റെ കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കുന്നതിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. കേരളത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നു എന്നായിരുന്നു പിണറായി വിജയൻ സർക്കാർ നിരന്തരം ആരോപിച്ചിരുന്നത്. എന്നാൽ VD സതീശന്റെ സർക്കാർ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കേന്ദ്രവുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമം ഉണ്ടാകും എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു സംസ്ഥാന ഗവൺമെൻറ്, അതായത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ തോളോട് തോൾ ചേർന്ന് പോകണം. അതാണ് ആ ഫെഡറൽ പ്രിൻസിപ്പിൾസിൻ്റെ അന്തസത്ത തന്നെ. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു LDF അങ്ങനെ കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്? തീർച്ചയായിട്ടും ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസിനകത്ത് ചില കല്ലുകടികളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഏത് ഗവൺമെൻറ് കേരളത്തിലോ തെക്കേ ഇന്ത്യയിലോ മറ്റെവിടെയോ വന്നാലും അങ്ങനെയുള്ള കല്ലുകടികൾ സാധാരണമാണ്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ LDF പറഞ്ഞിരുന്ന അത്രയൊന്നും ധനപരമായ അവഗണന കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്ന എന്തൊക്കെ അവഗണനകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സംസ്ഥാനം പറഞ്ഞിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട ഗ്രാൻറ്റുകൾ, ഓരോ മേഖലയ്ക്കും തരേണ്ട ഗ്രാൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊക്യൂർമെൻറ്റ് പ്രൈസസ്, അതായത് 24 ഉൽപ്പന്നങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രൊക്യൂർ ചെയ്യേണ്ടത്. അതിൽ നിന്ന് സംഭരിക്കേണ്ടത്, പണം കൊടുത്ത് സംഭരിക്കേണ്ടത്. അതിൽ നിന്ന് കേരളത്തിൽ സംഭരണ സൗകര്യമുള്ള 2 ക്രോപ്പ് എന്ന് പറയുന്നത് നെല്ല്, കൊപ്ര, ഇത് രണ്ടുമാണ്. പിന്നെ റബ്ബർ സംഭരണത്തെ പറ്റി ഇവിടെ നിന്ന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ റബ്ബർ ഒരു വ്യാവസായിക ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്രം അതിനെ ഈ സംഭരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ 2 സാധനങ്ങളുടെ സംഭരണം, നെല്ലിൻ്റെ സംഭരണം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. സംഭരണ വിലയായിട്ട് കൊടുക്കുന്നതിന് പകരം പാഡി റെസീറ്റ് ഷീറ്റായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത്. ആ പാഡി റെസീറ്റ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി വായ്പ എടുക്കുക കർഷകർ. അതെന്തൊരു ദുരവസ്ഥയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സർക്കാരിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയും. അവസാനം നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപ് ഇവിടെ കേരളത്തെ സന്ദർശിച്ചപ്പോൾ അവർ തന്നെ പറയുകയുണ്ടായി, 2018 മുതൽ നെല്ല് സംഭരണത്തിന് നൽകിയ പണം, കേന്ദ്രം കൊടുത്ത പണത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് വലിയ ഒരു തുക, 1000 കോടിയിലധികം ഉള്ള തുക ഇപ്പോഴും തരാൻ കിടക്കുകയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയാലല്ലേ അത് തരാൻ പറ്റൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് ശരിയല്ലേ? കടലിൽ കല്ലെറിയുന്നത് പോലെ ഈ കേന്ദ്രം തരുന്ന പണം എന്ന് പറയുന്നത് കേന്ദ്രം റിസർവ് ബാങ്കിൻ്റെ കമ്മട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പണമല്ല. ജനങ്ങളിൽ നിന്ന് നികുതി വഴിയായിട്ട്, നികുതിയേതര വരുമാനം വഴിയായിട്ട് അങ്ങനെ സംഭരിക്കുന്ന പണമാണ്. അതായത് ജനങ്ങളുടെ പണമാണ് ഖജനാവിലെത്തുന്ന. ആ പണത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്താണ് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊടുക്കുന്ന പണത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അത് ചെലവഴിച്ച ആ ഓഡിറ്റ് റിപ്പോർട്ട്, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അതുകൂടാതെ CAGയുടെ റിപ്പോർട്ട്, അതാണ് പരമപ്രധാനം. ഈ സംസ്ഥാന ഗവൺമെൻറ് പറയുന്ന അക്കൗണ്ടുകളൊക്കെ ശരിയാണ് എന്ന് അസർട്ടൈൻ ചെയ്യുന്നതാണ് CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. ആ 2 റിപ്പോർട്ടും ശരിയായി കഴിഞ്ഞാൽ മാത്രമേ ഈ തുക നമുക്ക് കൃത്യമായി കിട്ടുകയുള്ളൂ. അപ്പോൾ സംസ്ഥാനത്ത് നിന്ന് അത് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് 2018 മുതലുള്ള നെല്ലിൻ്റെ സംഭരണ വിലയും അതുപോലെ കൊപ്ര സംഭരണം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപാദനം നടത്തിയിരുന്ന കേരളം ഇപ്പോൾ 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് ഈ തരത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? സംഭരണ വിലയൊന്നും കിട്ടുന്നില്ല. നാളികേരത്തിന് കൊടുക്കേണ്ട കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ യാതൊന്നും ചെയ്യുന്നില്ല. അതിന് ജലസേചനം നടത്തുന്നില്ല. അങ്ങനെ അതിൻ്റെ ഉൽപാദനക്ഷമത താഴേക്ക് വരുന്നു. നെല്ലിൻ്റെ ഉൽപാദനക്ഷമതയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തന്നെ നെല്ലിൻ്റെ ഉൽപാദന മേഖലയിൽ ഒരുപാട് കുറവുണ്ടായി, ഉൽപാദനത്തിൽ ഒരുപാട് കുറവുണ്ടായി. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ്. അപ്പം അങ്ങനെ കാര്യക്ഷമത ഇല്ലായ്മ കാണിക്കുന്ന
ഒരു 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 ഗവൺമെന്റിന് എങ്ങനെയാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ കഴിയുക? തന്ന പണത്തിന്റെ ചെലവഴിച്ച ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാതെ വീണ്ടും ചോദിച്ച് തരാതിരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് തെങ്ങിന്റെ കാര്യമാണെങ്കിൽ, തേങ്ങയുടെ കാര്യമാണെങ്കിൽ, അതായത് നാളികേരത്തിന്റെ സംഭരണമാണെങ്കിലും നെല്ലിന്റെ സംഭരണമാണെങ്കിലും ഇതാണ് അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇഷ്യൂ. പിന്നെ കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടേണ്ട, ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടേണ്ടത്, അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ ബലിയാടുകളാക്കിയോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം 1971 പോപ്പുലേഷൻ ബേസ് ആക്കിയായിരുന്നു ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ നടത്തിയിരുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ വരെ. 15ാം ധനകാര്യ കമ്മീഷൻ 2011 പോപ്പുലേഷനിലേക്ക് ബേസ് മാറ്റി. അങ്ങനെ മാറ്റിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്തിരുന്ന, എന്താണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി? റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ സ്ഥിരമായി നിൽക്കുന്നതിനുള്ള പോളിസി. ഒത്തിരി എടുത്തിയാടി പോപ്പുലേഷൻ വർദ്ധിക്കാനും പാടില്ല, താഴേക്ക് പോകാനും പാടില്ല. അതാണ് റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ പോളിസി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നല്ലവണ്ണം നടപ്പാക്കി. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞു. അതേ സമയത്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒഡീഷ പോലെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളെ ഈ പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയുള്ളൂ. ഗോവ, ഒഡീഷ, അങ്ങനെ ചിലയൊക്കെ ബാക്കി ഒന്നും നടപ്പാക്കിയില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെയൊക്കെ പോപ്പുലേഷൻ കൂടി. UP പോലെ പോപ്പുലേഷനിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ താഴേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ ഈ 2011 പോപ്പുലേഷന്റെ ബേസിസിൽ ഡെവല്യൂഷൻ, ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വന്നപ്പോൾ കേരളത്തിന് 1% വ്യത്യാസം വന്നു. കർണാടകത്തിന് പിന്നെ അതിനേക്കാൾ വളരെ കൂടുതൽ വ്യത്യാസം വന്നു. അങ്ങനെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കിട്ടേണ്ടിയിരുന്ന ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴി കിട്ടേണ്ടിയിരുന്ന സെൻട്രൽ പൂളിൽ നിന്നുള്ള ആ ഷെയർ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പിന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വിവേചനമാണ്. അത് ഡെലിബറേറ്റ് വിവേചനമാണോ അതോ ഈ എടുത്ത തീരുമാനത്തിൽ ബേസ് മാറ്റത്തിൽ കേന്ദ്രത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ടായിരുന്നോ ബേസ് മാറിയത്? അതോ ഇനി കേന്ദ്രം അതായത് ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കാനുള്ള രീതിയിൽ ട്വിസ്റ്റ് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് സംശയങ്ങളുണ്ട്. രണ്ട് തരത്തിലാണെങ്കിലും ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴി കേരളത്തെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നത് നിരർത്ഥകമല്ല, ശരിയാണ്. പക്ഷെ ഇത്തവണ ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ മുൻപിൽ കൊണ്ടുപോയി അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റീവ് സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വിവേചനം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? കേന്ദ്രം മനഃപൂർവ്വമല്ല തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയത്, ധനപ്രതിസന്ധിയിലാക്കിയത് എന്ന് നമുക്ക് കുറച്ചെങ്കിലും അംഗീകരിക്കേണ്ടി വരും. 100% അംഗീകരിച്ചില്ലെങ്കിലും. പിന്നെ കേന്ദ്രം സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ധനപ്രതിസന്ധിയിലാക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ധനം ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയാനുള്ള മറ്റൊന്ന്, നമ്മുടെ UPA ഗവൺമെന്റ് കാലത്തൊക്കെ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു. ആ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിനെ ഓരോന്നിനെ എടുത്ത് എണ്ണം ചുരുക്കി 28 അംബ്രല്ല സ്കീംസ് ആക്കി മാറ്റി കേന്ദ്രം. അങ്ങനെ അംബ്രല്ല സ്കീംസ് ആക്കി മാറ്റിയിട്ട് പിന്നെ ഈ അംബ്രല്ല സ്കീംസ് ആക്കി മാറ്റിയെന്ന് മാത്രവുമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഷെയർ വർദ്ധിപ്പിച്ചു. അതിന്റെ ഒരേ ഒരു എക്സാമ്പിൾ മാത്രം ഞാനിപ്പോൾ പറയാം. അതായത് നമ്മുടെ MGNREGA, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം എങ്ങനെയായിരുന്നു? BBG റാംജി എന്നാക്കി പേരുമാറ്റി. പേരുമാറ്റിയത് മാത്രമല്ല, അത് സാരമില്ലെന്ന് വെക്കാം, അതും സാരമുണ്ട്. മഹാത്മാഗാന്ധി എന്ന ആ മഹാത്മാഗാന്ധിയുടെ പേരിനെ എങ്ങനെയെങ്കിലും തമസ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BBG റാംജി എന്ന് ഈ പേര് മാറ്റിയത്. അപ്പം പേരുമാറ്റം തന്നെ പ്രശ്നമാണ്. പക്ഷെ അതിനേക്കാളേറെ പ്രശ്നമാണ് 10 രൂപ സംസ്ഥാനം മുടക്കിയിരുന്നത് 40 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഈ തരത്തിലാണ് 68 സ്കീംസിനെ 28 സ്കീംസ് ആക്കി ചുരുക്കി
കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ ഈ പിണറായി ഗവൺമെന്റ് പറഞ്ഞിരുന്നത് ശരിയാണ്, ഈ തരത്തിലൊക്കെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് സംസ്ഥാനങ്ങളെ. എന്തായാലും ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതിഷേധം ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ UDF ഗവൺമെന്റ് ആണെങ്കിലും പ്രതിഷേധിക്കേണ്ടിടത്ത് അവർ ശക്തമായി പ്രതിഷേധിക്കും. അങ്ങനെ പ്രതിഷേധിക്കുകയും ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. കാരണം ഇത് ഈ പറയപ്പെട്ട സെൻട്രൽ പൂൾ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയപ്പെട്ട ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന് ചെലവഴിക്കുന്ന ഫണ്ടോ ഒന്നും കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റോ അവരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നതല്ല. അത് വിവിധ രീതികളിൽ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന നികുതിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സെൻട്രൽ പൂളിലേക്ക് വരുന്നത് ഏതൊക്കെ ഫണ്ടാണ്? സെൻട്രൽ പൂളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ പൂളിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ നടത്തുന്നത്. അപ്പൊ ആ സെൻട്രൽ പൂൾ എന്ന് പറയുന്നതിന്റെ പ്രധാനമായ വരുമാന മാർഗങ്ങൾ, ആ പൂളിലേക്കുള്ള വരുമാന മാർഗങ്ങൾ, ഒന്ന് ഇൻകം ടാക്സ്, അതായത് പേഴ്സണൽ ഇൻകം ടാക്സ്, 2 കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, 3 സെൻട്രൽ എക്സൈസ്, 4 കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ വരുന്ന ഫണ്ടാണ് സെൻട്രൽ പൂളിന്റെ മേജർ ചങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 മാർഗങ്ങളും ഇന്ത്യയിലെ പൊതുജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട ഫണ്ടാണ്, കേന്ദ്രത്തിന് ദണ്ഡപ്പെടേണ്ട ഫണ്ടല്ല. അപ്പൊ അതിൽ നിന്ന് ഒരു ഷെയർ തരിക എന്ന് പറഞ്ഞാൽ അത് നീതിയുക്തമായി തന്നെ പങ്കിടേണ്ടതാണ്. ആ നീതിബോധം കേന്ദ്രത്തിനില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കണം. ഇപ്പോൾ ആദ്യം തുടക്കം മുതലേ UDF ഗവൺമെന്റ് കേന്ദ്രത്തോട് മല്ലടിക്കാനല്ല പോവുക, സൗഹാർദ്ദപരമായി പോകും. ആ സൗഹാർദ്ദം കൊണ്ട് നടക്കുന്നില്ല എന്ന് കണ്ടാൽ അപ്പോൾ ഉരുക്കുമുഷ്ടി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം UDFിലുള്ള ആരും തന്നെ മോശക്കാരല്ല, അവരൊക്കെ ഈ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്നവരും കരുത്തരുമാണ്. അതും യുവജനതയുടെ കരുത്തും ഇപ്രാവശ്യത്തെ മന്ത്രിസഭയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന വടംവലിയൊന്നുമില്ലാതെ സൗഹാർദ്ദപരമായിട്ട് തന്നെ വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങും എന്ന് ഉറപ്പിക്കാവുന്നതാണ് നമുക്ക്. ഇവിടെ 1 മണിക്കൂറും 9 മിനിറ്റും ദീർഘിച്ച പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന് വിമർശനമില്ല എന്നത് ശ്രദ്ധേയമാണ്. പലരും അതേക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയതുമാണ്. പക്ഷേ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിൽ നയപ്രഖ്യാപനത്തിൽ സർക്കാർ മൗനം പാലിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കഴിയുമോ സതീശന്? തീർച്ചയായിട്ടും കഴിയുമല്ലോ. വഴക്കടിച്ചുകൊണ്ടല്ലല്ലോ ചോദിച്ചു വാങ്ങുന്നത്. വഴക്കടിച്ചിട്ടും സുപ്രീം കോടതിയിൽ പോയിട്ടും സംസ്ഥാന ഗവൺമെന്റിന് പിണറായി വിജയൻ കാലത്ത് എന്താ കിട്ടിയത്? സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും തിരിച്ചടി കിട്ടിയതല്ലാതെ ആ കാരണം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും തന്നെ ഇറ്റിച്ചു വീണ് കിട്ടിയതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ വഴക്കടിച്ചുകൊണ്ടല്ല നമുക്ക് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങേണ്ടത്. കൃത്യമായ കണക്കുകളോടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിറ്റ് റിപ്പോർട്ടോ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതുപോലെയുള്ള കൃത്യമായ കണക്കുകളോടെ കേന്ദ്രത്തെ അപ്രോച്ച് ചെയ്യുക. അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കേന്ദ്രം നമുക്ക് തരാൻ ബാധ്യസ്ഥമാണ്. ഇനി ബാധ്യസ്ഥത കാണിച്ചില്ലെങ്കിൽ അപ്പോഴാണ് കോടതിയിൽ ചെല്ലേണ്ടത്. അപ്പോൾ കോടതി തീർച്ചയായിട്ടും അതായത് സംസ്ഥാനത്തിന്റെ പക്ഷത്ത് നിൽക്കും. ഒരു കാരണവശാലും അവിഹിതമായി കോടതി കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുകയില്ല.